എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു അടപ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണെന്ന് കാണാം. വിഷുവൊക്കെ വരുമല്ലേ, അപ്പോൾ എല്ലാവരും ഈ കിഡിലിന് അടപ്രഥമൻ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഇതിലേതെങ്കിലും വെളിച്ചെണ്ണ നെയ്യോ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അതൊഴിച്ച ശേഷം അതിലേക്ക് ഏകദേശം ഒരു 250 ഗ്രാമോളം അരിയടയിട്ട് അത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റോളം വേവിക്കണം. നന്നായി വേവണം അട. നന്നായി വെന്ത ശേഷം അത് ഒരു സ്റ്റെയിനറിലേക്ക് സിങ്കിലേക്ക് ഡയറക്റ്റ് ടാപ്പ് തുറന്ന് വെച്ച ശേഷം ഈ അടയിട്ട് സ്റ്റെയിൻ ചെയ്തെടുക്കുക. പിന്നെ ഒരു ഉരുളിയോ ഏതെങ്കിലും കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് ഈ അടയിട്ടൊന്ന് സോട്ടായതിനു ശേഷം അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക. 500-650 ഗ്രാമോളം ശർക്കരപ്പാനി ആവശ്യം വരും 250 ഗ്രാം അടയ്ക്ക്. ശർക്കരപ്പാനി ഇട്ട് നന്നായി ഒന്ന് വരണ്ട് വരുമ്പോൾ അതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായി തിളച്ച് തേങ്ങാപ്പാലെല്ലാം കുറുകി വന്നു കഴിയുമ്പോൾ അതിലേക്ക് വീണ്ടും തേങ്ങയുടെ 1ാം പാൽ ചേർക്കുക. ഈ തേങ്ങയുടെ 1ാം പാലിൽ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് 1ാം പാൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 1ാം പാലും കൂടി ഇതിലൊഴിച്ച് നന്നായി യോജിപ്പിച്ച് തീ കുറച്ച് വെച്ച് ഒരുപാട് തിളയ്ക്കാതെ ഓഫ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ഗ്ലാസോളം പശുവും പാലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് പശുവും പാലും കൂടെ ഒഴിച്ച് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക. നന്നായി യോജിപ്പിച്ച ശേഷം അടച്ചു വയ്ക്കണേ. പിന്നെ ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച ശേഷം തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മിസും, തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ടും ഇടണം. അടപ്രഥമനും കടലപ്രഥമനും അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ടും ഇടണം. അതെല്ലാം ഒന്ന് മൂത്ത ശേഷം അത് ഈ പായസത്തിലേക്ക് ഒഴിച്ച ശേഷം 5 മിനിറ്റോളം അത് അടച്ചു വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഈ തേങ്ങാപ്പാൽ ഇപ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം ഇപ്പം തേങ്ങയ്ക്കെല്ലാം ഇവിടെ യുദ്ധത്തിന് ശേഷം തേങ്ങയ്ക്കെല്ലാം ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം തേങ്ങാപ്പാലിൻ്റെ പൊടി യൂസ് ചെയ്താണ് 1ാം പാലും 2ാം പാലും എല്ലാം എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടില്ല. ഒറിജിനൽ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നമുക്ക് പണി എളുപ്പമാവും. തേങ്ങ ചിരകി പാലെടുക്കുന്ന പാടുമില്ല. എനിക്ക് ടേസ്റ്റിനൊരു വ്യത്യാസവും ഇല്ല അതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാവേ. ബൈ.